ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ചില പ്ലാനിങ്ങുകളും നടക്കും, ചില പ്ലാനിങ്ങുകളും നടക്കില്ല. നടക്കാത്ത പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസത്തെ സമയം മാറ്റി വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ. അപ്പോൾ എനിക്ക് പല പ്ലാനിങ്ങും ഉണ്ടാകും, പല ദിവസം പലതും നടക്കാറില്ല. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുകയും ചെയ്യും. ഇതിന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, വൈകുന്നേരം മുതൽ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഓർഡർ ഉണ്ടായിരുന്നു, ചിക്കൻ കറി. അപ്പം നമ്മൾ മുന്നേ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടമായിട്ട് ഒരു ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അന്ന് നമ്മൾ വറുത്തരക്കാതെയുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് റെസിപ്പി പറഞ്ഞു പോവാം, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് വറുത്തരച്ചത് മാത്രമേ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ലതായി ചെയ്ത് കൊടുക്കണമല്ലോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ഉഡായിപ്പ് പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എണ്ണ കൂട്ടിയെടുക്കണം, എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ ഇത്തിരി പിശിക്കാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞതും, അതുപോലെ തന്നെ തക്കാളി ഒരു 3-4 തക്കാളി ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിലില്ലേ വേറെ കുറച്ച് പണികളും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ പാത്രം കഴുകി വെക്കുന്നു. പിന്നെ നമുക്കൊരു പുറത്തൊരു ബായി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കണം. നമുക്ക് കരോളൊക്കെ വരും ഇവിടെ. പിന്നെ മക്കളൊക്കെ കളിക്കുന്ന സ്ഥലമൊക്കെ അല്ലേ, വല്ല പാമ്പും പഴുതാരിയൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ അറിയത്തന്നെ ഇല്ല. പിറകെ സൈഡിൽ മൊത്തം കാടാണ്. അപ്പോൾ ഒരു ബായി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കടയിലും പുള്ളിക്കാരന് ജോലി ഉണ്ടായിരുന്നു ബായിക്ക്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം ഇതാണല്ലോ. എൻ്റെ സന്തോഷം ഇതാണ് കേട്ടോ. നമുക്ക് എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നീട് നമ്മുടെ പിങ്കി മോളോട് കുറച്ച് സമയം സംസാരിക്കുക. പറണ്ട് എന്തൊക്കെയുണ്ട് പിങ്കിക്ക് അല്ലേ? പിങ്കിക്ക് ക്രിസ്മസ് വന്നേ, പിങ്കിക്ക് ക്രിസ്മസ് വന്നേ. വഴക്കാണോ? കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാട്ടാ, ഇച്ചിരി കഴിയട്ടെ. ഏകദേശം അവളെ ഇറക്കി വിടാറായ സമയമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുപോലെ പണിക്ക് ആളുള്ളതുകൊണ്ട് ഇപ്പോൾ ഇറക്കി വിട്ടാൽ ശരിയാവില്ല. അവൾ മൊത്തം കച്ചറയായിരിക്കും വിടാം. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കി ആ കൂടെ അലമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പുള്ളി പോയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഇല്ലേ അരച്ച് ചേർക്കുമ്പോൾ നല്ല ഗ്രേവി, നല്ല തിക്നെസ്സും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോളോടുള്ള സംസാരവും എൻ്റെ പണിയും എല്ലാം നടക്കുന്നുണ്ട്. അച്ഛൻ പുറത്ത് ബായിനെ പണിയിപ്പിക്കുന്നത് നടന്നു. ബായിക്ക് പണി കൊടുത്തോണ്ടിരിക്കും അച്ഛൻ. അപ്പോൾ അവൾക്ക് ട്യൂഷന് പോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെ അന്വേഷിക്കുന്നത്. അപ്പം നമ്മൾ പൊടികൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല. പക്ഷേ ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർത്തില്ല, ലാസ്റ്റാണ് കേട്ടോ ഇച്ചിരി ചേർത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വറുത്തരക്കുമ്പോൾ ആ ഒരു മല്ലിയുടെ ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. നമ്മളൊരു വറുത്തരച്ചതിനൊരു ഫീൽ കിട്ടുക. അപ്പോൾ അത് പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഞാൻ ചിക്കൻ രാവിലെ വാങ്ങിച്ച് ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം നല്ല ഉപ്പൊക്കെ പിടിച്ച് കഷ്ണങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിങ്ങനെ എന്തെങ്കിലും പരിപാടി കിട്ടുവാണെങ്കിലേ ഇച്ചിരി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമായിരിക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതൊന്ന് പാത്രം ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ചിക്കൻ അധികം ശരിക്കും പറഞ്ഞാൽ വേവില്ല കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലൊരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പം തന്നെ നല്ലതുപോലെ വെന്ത് വരും. പിന്നെ വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കറി നമുക്കൊരു കൊടുക്കാൻ കൊള്ളത്തില്ല പിന്നെ. അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതിനിടയിൽ ഇച്ചിരി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങും, നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് കുറച്ച് പ്രയാസമുള്ളത്. മെയിനായിട്ട് ക്ലീനിങ്, പാത്രം കഴുകലൊക്കെയാണ് മെയിൻ പ്രശ്നം. പിന്നെ നമ്മളൊരു അടുക്കും ചുറ്റോട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്കതില്ല, ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ക്ലീൻ ചെയ്യുന്ന പരിപാടി എനിക്ക് നടപ്പുള്ളൂ. അപ്പം ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല കേട്ടോ. അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക്. ചെറുതായിട്ട് എനിക്കറിയാം അത് നല്ല ശീലമല്ല എന്ന്. പക്ഷേ എനിക്കെന്തോ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നതിനാണ് താല്പര്യം. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചത് അതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. തേങ്ങ വറക്കുമ്പോൾ അതിൽ കുരുമുളക് പൊടി മാത്രമേ കുരുമുളക് പൊടിയും കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല, ഉള്ളികളൊന്നും ചേർത്തിട്ടുണ്ടായില്ല.
ശരിക്കും പറഞ്ഞാലല്ലേ നമുക്ക് ഒരു ഹോം കുക്കിംഗ് ബിസിനസ്സൊക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്കത് ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടാവണം കേട്ടോ. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ പണിയാന്നേ, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും നടക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഭാവിയിലേക്ക് അതൊരു പ്രയോജനമായി മാറും. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഇവിടെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. നമുക്കങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. നമുക്കിങ്ങനെ എന്താ ലൈഫിലൊരു അർത്ഥമുള്ളതെന്ന് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുക, നമ്മളെപ്പോൾ ലൈഫിൽ ബിസി ആയിരിക്കുക, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഈ തൈറോയ്ഡ് എന്നുള്ള അസുഖം ഉള്ളതുകൊണ്ടില്ലേ, നമ്മുടെ മൂഡ് പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആവും. ഇന്നുള്ള മൂഡായിരിക്കില്ല, കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഉണ്ടാവുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പെന്നിവേട്ടൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇൻഡോറായി സെറ്റ് ചെയ്യണം, കുറച്ചുകൂടി നിറയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചെടികളൊക്കെ നടാനുണ്ടായിരുന്നു കേട്ടോ. അഗ്ലോണിമയാണ് ഇത്. ഞാനൊരു ചേച്ചിയുടെ അടുത്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഗോൾഡിൻ്റെ പ്ലേറ്റഡ് ഗോൾഡിൻ്റെ, ആ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ആ ചേച്ചി തന്നതാണ് ഒരു എലിഫൻറ്റ് ലീഫില്ലേ, എലിഫൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആ സാധനമില്ലേ, അതിൻ്റെ കുഞ്ഞു തൈയാണ് അത്. കുറേ നാളായി ഞാൻ വേണമെന്ന് വിചാരിക്കുന്ന സാധനമായിരുന്നു. പിന്നെ ഇതുപോലത്തെ അഗ്ലോണിമുകൾ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ചേച്ചിയുടെ അടുത്തുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളതെടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളടുത്തുള്ള ചെടികളേക്ക് ഒന്നിങ്ങനെ തൊട്ടും തലോടിയൊക്കെ നടക്കുക, അത് തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന മുല്ലയാണ് കേട്ടോ, എൻ്റെ ഫേവററ്റ് മുല്ലയാണ്, അരിമുല്ല. അപ്പോൾ അത് ഇതുപോലെ ഞാൻ നട്ട് വെച്ചിട്ട് എല്ലാം തന്നെ കിളുത്ത് വന്നിട്ട് ഒരു പൂവുണ്ടായി. അതാണ് എനിക്ക് അതിശയം, പെട്ടെന്ന് തന്നെ ഒരു പൂവുണ്ടായി. ഇനി ഇതേ നമ്മുടെ വൈകുന്നേരത്തെ സ്ഥിരം കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. മുറ്റാടി, നമ്മുടെ പുല്ലൊക്കെ നല്ല സൂപ്പറായി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷ ഉണ്ടായില്ല. എനിക്ക് കുറച്ചുകൂടി ഭാഗമുണ്ട് കേട്ടോ ഒന്ന് ഫില്ലായി വരാനായിട്ട്. എന്നിട്ട് വേണം സൈഡിലോട്ട് വളർന്ന് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതേ നമ്മൾ നട്ട ചെടികളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഹാപ്പി മൂഡാണ്. അപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് നിൻ്റെ പച്ചക്കറി എന്തായി എന്നുള്ളത്. നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചതാണ് കേട്ടോ ചേച്ചിമാരൊക്കെ. നമ്മുടെ സൂമ്പയിൽ ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ പച്ചക്കറി എന്തായി, വല്ലതും നടക്കുമോ എന്നൊക്കെ ചോദിച്ചതേ. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്, പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്, തക്കാളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ പയറാണ് കുറച്ച് നന്നാവാതിരുന്നത്, ബാക്കിയൊക്കെ ഏകദേശം നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിപുലീകരിച്ച് കൊണ്ടുവരാം ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് അല്ലേ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇല്ലേ നമ്മുടെ പൂക്കളുണ്ടാവുന്ന ചെടികൾക്കൊക്കെ ഇതുപോലെ DAP കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേ കുറച്ച് ദിവസമായുള്ളൂ, അതിനകത്തൊക്കെ നിറച്ച് പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സെയിം പ്ലാന്റ് ഇല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയവരും കണ്ടായിരുന്നേ, അവിടെ എന്നാ ഭംഗിയിലാണെന്നറിയോ അതുണ്ടായി കിടക്കുന്ന കാണാൻ. എനിക്കൊന്നും കൊതിയായിട്ട് പാടില്ല, നിറച്ചും ബുഷിയായിട്ട്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു തൈകളാണല്ലോ, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് വിട്ടാലൊക്കെ നിറച്ച് തൈകൾ വരുമായിരിക്കും. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, അത് നല്ല ചെത്തി മിനുക്കിയിട്ട് കാണാൻ സൂപ്പറായിരുന്നു. അപ്പം ഇനി ഇതേ സന്ധ്യ ആയിട്ടുണ്ട്, ഇനി പുറത്തുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഏത് ജാതിയിലും മതത്തിലായാലും ഇല്ലേ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ മക്കളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുക കേട്ടോ. വലിയ രീതിയിലുള്ള മതപഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ജസ്റ്റ് നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്നുള്ളത് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ പ്രാർത്ഥനയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ചധികം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലിവിടെ നല്ല ആഘോഷമാണ്. അടുത്ത വീടുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഓരോ ദിവസമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ, തീരെ കുറച്ചില്ല, നല്ല അടിപൊളി ആക്കിയിട്ട് തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. ഒത്തിരി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഉണ്ട്, പിന്നെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി കൂട്ടുകാർ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.